അവ്വൽ വക്കത്തിലെ നോമ്പ് കൊണ്ടേ കളഞ്ഞു. റമദാൻ തീരാൻ കാത്തിരിക്കാൻ എങ്ങനെയെങ്കിലും ആടുജീവിതം കാണണം, അതിനുവേണ്ടി നിയ്യത്ത് ചെയ്തിരിക്കുകയാണ് കുറെ പേര്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നോമ്പൊന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു, എനിക്കതൊന്നും പോയി കാണായിരുന്നു എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ആളുകൾ വരെ നമ്മുടെ സമുദായത്തിലുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എടാ പെരുന്നാളിന് അന്ന് നമുക്ക് പോകാം, അന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് പോകാം എന്ന് മനസ്സുകൊണ്ട് കരുതുന്ന ആളുകൾ വരെ നമ്മുടെ സമുദായത്തിലുണ്ട്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എന്നാൽ അതിൽ പറയുന്നത് ഒരു വ്യക്തിയുടെ പച്ചയായ ഒരു മുസ്ലിമായ ഒരു സഹോദരന്റെ ജീവിതമാണ്. ആ ജീവിതം നമ്മളുടെ ജീവിതത്തിലേക്ക് വരാതെ അള്ളാഹു എന്നെ നീ കാത്ത് സംരക്ഷിക്കണേ എന്ന് പാഠം ഉൾക്കൊള്ളാൻ നമ്മൾ ആരെങ്കിലും തയ്യാറായോ? 2 വർഷത്തോളം പ്രവാസ ലോകത്തേക്ക് പോയ സഹോദരൻ, വലിയ ബുദ്ധിമുട്ടിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ, കാട്ടറബിയാകുന്ന മനുഷ്യന്റെ പീഡനം മൂലം പ്രയാസം അനുഭവിച്ച മനുഷ്യൻ, മരുഭൂമിയിൽ അകപ്പെട്ടു പോയ മനുഷ്യൻ, നൂറുകണക്കിന് ആടുകളും ഒട്ടകങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ ഒന്നും കുളിക്കാനോ നനയ്ക്കാനോ നഖം വെട്ടാനോ മലമൂത്ര വിസർജനം വേണ്ട രീതിക്ക് നടത്താനോ അത് കഴിഞ്ഞാൽ വേണ്ട രീതിയിലേക്ക് വെള്ളം ഉപയോഗിക്കാനോ പോലും സാധിക്കാൻ പറ്റാതെ മരുഭൂമിയുടെ അകത്തളത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു മനുഷ്യൻ, നജീബ് എന്ന ഒരു സഹോദരന്റെ കഥയാണത്. ആ കഥ, ആ ഒരു ജീവിതം, പച്ചയായ ജീവിതം, ആ ജീവിതം എന്റെ ജീവിതത്തിൽ വരാതെ എന്നെ നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ എന്ന ഒരു ചരിത്രം നമ്മൾ അതിൽ നിന്ന് ഉൾക്കൊണ്ടാലോ ഒക്കെ അതല്ലല്ലോ നമുക്ക് ആസ്വാദനമായി മാറിയിരിക്കാൻ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. വിശുദ്ധമാക്കപ്പെട്ടതാകുന്ന റമദാനിൽ പോലും റിലീസിന്റെ പടങ്ങൾ തേടിപ്പോകുന്ന ചെറുപ്പക്കാർ, സഹോദരങ്ങൾ, സഹോദരിമാർ ഇന്ന് ധാരാളം. എത്രയാണ് ഈ റമദാനിൽ പോലും വലിയ 2 ബ്രഹ്മാണ്ഡ ചിത്രം റിലീസ് ചെയ്തു. അതിലേറ്റവും കൂടുതൽ പോയിട്ടുള്ള സമൂഹം നമ്മുടെ സമൂഹം തന്നെയാണ്. ഒരു കാലഘട്ടങ്ങളിൽ റിലീസിന്റെ പടങ്ങൾ പെരുന്നാളിനെ ചെയ്യുള്ളൂ. എന്താ കാര്യം? അവൻ ലൈലത്തുൽ ഖദ്ർ പൊതിഞ്ഞു കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നിവർത്തുമെന്ന് അവർക്കറിയാം. കാരണം റമദാനിൽ നേടിയെടുത്തിട്ടുള്ളതാകുന്ന ആ ചൈതന്യം മുഴുവൻ കൊണ്ട് കളയും. എന്തിനാ പെരുന്നാളിൽ നിന്ന് റിലീസ് ചെയ്യുന്നത്? റമദാനിൽ ഒരൊറ്റ മുസ്ലിമിനെയും കിട്ടൂല എന്നുള്ളൊരു വിശ്വാസം അവർക്കുണ്ടായിരുന്നു. ഇന്ന് പിശാചിൻ്റെതാകുന്ന പരിശ്രമങ്ങൾ കൂടി ഇന്ന് നമ്മുടെ യുവാക്കളുടെയും യുവതികളുടെയും യൂട്യൂബിലൂടെയും മറ്റുള്ള വീഡിയോസ് കാണലുമൊക്കെ കൂടി അവർക്ക് തന്നെ മനസ്സിലായി, നിർമ്മാതാക്കളും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കൊക്കെ അറിയാം, ഏത് സമയത്ത് റിലീസ് ചെയ്താലും വരാനുള്ളവരൊക്കെ ഇങ്ങ് വരും. അതിനകത്തുള്ള നല്ല ശൈത്താന്മാരുണ്ട്, അവരെ നമുക്ക് കിട്ടുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് റമദാനിൽ തന്നെ റിലീസ് ചെയ്തു. നല്ല രാവ് നോക്കി എത്ര മോമിനിയങ്ങളാണ് പോയി കണ്ടവർ, തിയേറ്ററിൽ പോയി നേരിട്ട് കണ്ടവർ. കാണുക മാത്രമല്ല, അത് കണ്ടതിന് ശേഷം അതിന്റെ വീഡിയോ എടുത്തുകൊണ്ട് തിയേറ്ററിൽ അവനിരുന്നതും അവന്റെ സീറ്റ് നമ്പരും അടക്കം അന്നുണ്ടായ സാഹചര്യങ്ങളും അടക്കം മൊബൈൽ ഫോണിൽ എടുത്തിട്ട് അത് മറ്റുള്ളവർക്ക് പ്രദർശിപ്പിക്കുന്ന വിധത്തിൽ സ്റ്റാറ്റസ് വീഡിയോ ഇടുക. ചിന്തിച്ചു നോക്ക്, അവരെക്കാൾ വലിയ കുറ്റവാളി ആരാണ്? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. അവനേക്കാൾ വലിയ കുറ്റവാളി ആരാണ്? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുല്ലു ഉമ്മത്തി മുആഫാത്തുൻ ഇല്ലൽ മുജാഹിരീൻ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, എല്ലാ സമൂഹവും എല്ലാ സമുദായവും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. എന്റെ ഉമ്മത്തിൽ നിന്ന് സർവർക്കും അല്ലാഹു പരിപൂർണമായി പുറത്തു കൊടുക്കുന്നതാണ്. ഇല്ലൽ മുജാഹിരീൻ, മുജാഹിരീങ്ങളായ ആളുകൾക്കൊഴികെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ഖാലൂ, ഉടനെ സഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, വമൽ മുജാഹിരീന യാ റസൂലല്ലാഹ്, വമൽ മുജാഹിരീന യാ റസൂലല്ലാഹ്. ആരാണ് റസൂലേ മുജാഹിരീങ്ങൾ? ആരാണ് മുജാഹിർ എന്ന് പറഞ്ഞു തരുമോ റസൂലേ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബാ അയ്യഅമറ റജുലു ബില്ലൈലി അമലാ. രാത്രി സമയത്ത് തെറ്റുകൾ ചെയ്യുന്ന മനുഷ്യനാണ്, പാതിരാത്രി സമയത്ത് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് നിലകൊള്ളുകയാണ്, പാതിരാത്രി സമയത്ത് കൂട്ടുകാരും ഒന്നിച്ച് മോശപ്പെട്ട തലത്തിൽ പോയി തെറ്റുകൾ ചെയ്യുന്നവനാണ്, വിചാര
ശാലകളിലേക്ക് പോയി വ്യഭിചരിക്കുന്നവനാണ്, തിയേറ്ററിലേക്ക് പോയി സിനിമ കാണുന്നവനാണ്. പാതിരാത്രി സമയത്ത് അത്തരത്തിലുള്ള ചെയ്തികൾ ചെയ്തിട്ട് അവൻ നേരം വെളുക്കുമ്പോൾ അവൻ ജനങ്ങളോട് പറയുകയാണ്, ഖദ് അമിൽതുൽ ബാരിഹത കദാ വകദാ, ഇന്നലത്തെ രാത്രി ഞാൻ ഇന്ന തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇന്ന തിയേറ്ററിൽ പോയി പടം കണ്ടവനാണ്, ഞാൻ ഇന്ന സിനിമ കണ്ടവനാണ്, ഞാൻ ഇന്ന സീരിയൽ ദർശിച്ചവളാണ് എന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്നവരെ, കണ്ട സിനിമകളുടേതാകുന്ന വീഡിയോ എടുത്തുകൊണ്ട് സ്റ്റാറ്റസ് വീഡിയോ ഇട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനം കൊടുത്തുകൊണ്ട് ചെയ്ത തെറ്റുകൾ പരസ്യമാക്കുന്നവരെ, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നവരെ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, കുല്ലു ഉമ്മത്തി മുആഫാത്തുൻ ഇല്ലൽ മുജാഹിരീൻ, എന്റെ സമൂഹത്തിലുള്ളവർ, എന്റെ സമുദായത്തിലുള്ളവർ സർവർക്കും അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു കൊടുക്കുന്നവരാണ്. ഈ രീതിയിൽ തെറ്റ് ചെയ്യുന്നവർക്കൊഴികെ, പരസ്യമായി ചെയ്തതാകുന്ന തെറ്റുകൾ വിളിച്ചു പറയുന്നവർക്കൊഴികെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട അനുയായികളോട് പറയുകയാണ്, ഖൽബുൽ ഇൻസാൻ കരീശൽ ഫലാത്ത്, മരുഭൂമിയിലെ തൂവല് പോലെയാണ് മനുഷ്യന്റെ ഹൃദയമുള്ളത്. മരുഭൂമിയിലെ തൂവലിനോട് മനുഷ്യന്റെ ഹൃദയത്തെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപമിച്ചു. അഥവാ പാറിക്കളിക്കാണ്, കാറ്റത്തെ എങ്ങോട്ട് വേണമെങ്കിലും ഇങ്ങനെ ചരിക്കും. മനുഷ്യന്റെ ഹൃദയം അതാ, ഉറക്കുന്നില്ല. ഒരു കാറ്റിങ്ങോട്ട് വന്ന ആ കാറ്റിൽ തൂവല് പറന്നിങ്ങനെ കളിക്കും, പാറിക്കളിക്കും. കണ്ടിട്ടില്ലേ അപ്പുപ്പൻ താടി പാറിക്കളിക്കുന്നത്? അതുപോലെ മനുഷ്യന്റെ ഹൃദയം അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹിദായത്ത് എന്ന മഹിതമാകുന്ന ലക്ഷ്യത്തിൽ ഉറപ്പിച്ചു നിർത്താൻ നമുക്ക് കഴിയണം. അതിനാണ് പുണ്യ റമദാൻ നമുക്ക് അല്ലാഹു നൽകിയത്. തഖ്വ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. നോമ്പിലൂടെ നേടിയെടുത്തോ? ചിന്തിക്കും, നേടിയെടുത്തോ? നമ്മൾ ഈ റമദാനിൽ കാണാൻ പാടില്ലാത്ത സർവ്വതും കണ്ടു. സിനിമ കണ്ടുകൊണ്ട് നടക്കാൻ, സ്കൂൾ അവധിയാൻ, കുട്ടികൾ ഹെഡ്സെറ്റും വെച്ചുകൊണ്ട് സിനിമാ പാട്ട് കേട്ട് നടക്കാൻ, മോശപ്പെട്ട സിനിമാ ഗാനങ്ങൾ കാണുകയാൻ, അശ്ലീലമാക്കപ്പെട്ട ചാറ്റിങ്ങുകൾ കൈവരലുകൾ കൊണ്ട് നടത്താൻ, കാലുകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് നടക്കാൻ. എങ്ങനെ ഈ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കും? നിങ്ങൾ പറയും, എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? എങ്ങനെ പരലോക ജീവിതത്തിലേക്ക് നമ്മൾ രക്ഷപ്പെടും? ഈ റമദാനിനോടുള്ള അമാനത്ത് കൃത്യമായി വീട്ടിയതാകുന്ന സമൂഹമായി നമ്മളെ എടുത്തു വെക്കാൻ പറ്റുമോ? അമാനത്ത് വീട്ടിയിട്ടുണ്ടോ? നമ്മളെ വിശ്വസിച്ച് അല്ലാഹു നൽകിയതാണ്. إنا عرضنا الأمانة على السماوات والأرض فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്തിനെ വെച്ച് നീട്ടിയപ്പോ ആകാശഭൂമികളിലുള്ള സർവ്വരും അതിനെ പരിപൂർണമായി ഒഴിവാക്കുകയാണ്. ആകാശം ഒഴിവാക്കി, ഭൂമി ഒഴിവാക്കി, സർവ്വ ജീവജാലങ്ങളും പറ്റില്ല എന്ന് പറഞ്ഞു. ഈ അമാനത്തിനെ ഏറ്റെടുത്തത് മുസ്ലിമാണ്, മനുഷ്യനാണ്. എല്ലാ അമാനത്തും ഏറ്റെടുത്തു. റമദാൻ നമ്മുടെ കൈകളിലേക്ക് നൽകി. ഒരു നന്മ ചെയ്താൽ, ഒരു സുന്നത്ത് അനുഷ്ഠിച്ചാൽ ഫർദിന്റെ പ്രതിഫലം. ഒരു ഫർദ് ചെയ്താൽ 70, 700, 7000, 70,000, 7 ലക്ഷവും 7 കോടിയും അതിനപ്പുറത്തേക്കും നിന്റെ ഇഖ്ലാസിന്റെ വർണ്ണവലിപ്പം നൽകപ്പെടുന്നതായ പുണ്യമായ റമദാൻ. നരകത്തിന്റെ വാതിൽ അടച്ചിരിക്കാൻ, സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കാൻ ഈ സമയത്തും എല്ലാ റഹ്മത്തും അല്ലാഹു ചൊരിഞ്ഞു വെച്ചിരിക്കാൻ. ദാനധർമ്മങ്ങൾ ചെയ്താൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളത്, സദഖ ചെയ്താൽ ഏറ്റവും കൂലി കിട്ടുന്നത്, ദുആ ചെയ്താൽ ഇജാബത്ത് പൂർണ്ണമായിട്ടുള്ളത്, നോമ്പുകാരൻ നോമ്പ് നോറ്റ് അത് തുറക്കുന്നത് വരെ ഇജാബത്താണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. റമദാനിലെ രാവും പകലും ഇജാബത്താണ്. പകലിനേക്കാൾ ഇനിയുള്ള ദിവസങ്ങളിൽ രാത്രിക്കാണ് മഹത്വം. റമദാനിൽ അവസാനത്തെ 10കളിൽ രാത്രിക്കാണ് കൂടുതൽ മഹത്വം പകലിനേക്കാൾ. കാരണം ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കുന്ന രാവായതുകൊണ്ട്. എന്നിട്ടും നമ്മുടെ ജീവിതത്തിൽ ഈ അമാനത്ത് പരിപൂർണമായി പൂർത്തീകരിച്ചോ എന്ന് ചിന്തിക്കാൻ.
ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, എനിക്ക് എന്റെ കൂട്ടുകാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരനാണ് അബൂ ഉബൈദ. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമീനു ഹാദിഹിൽ ഉമ്മ, ഈ സമുദായത്തിലെ ഏറ്റവും നല്ല വിക്ഷേപമുള്ള വ്യക്തിത്വമാണ്. എന്ത് കാര്യമേൽപ്പിച്ചാലും അത് പരിപൂർണമായി പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്. ഏറ്റെടുത്ത കാര്യങ്ങൾ വിശ്വാസതയോടുകൂടി പൂർത്തീകരിക്കുന്ന ഏറ്റവും അതിവിശ്വസനായ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അദ്ദേഹത്തിനെ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറയുകയാണ്, സ്വഹാബ, ലാ ഈമാന ലിമൻ ലാ അമാനത ലാ, ലാ ഈമാന ലിമൻ ലാ അമാനത ലാ, വലാ ദീന ലിമൻ ലാ അഹ്ദ ലാ. റബ്ബിനോട് ചെയ്തിട്ടുള്ള കരാറുകൾ പൊളിച്ചു കളയുന്ന മുസ്ലിമേ, ഞാൻ പള്ളിക്ക് കൊടുക്കാം, മദ്രസയ്ക്ക് കൊടുക്കാം, യതീംഖാനയ്ക്ക് കൊടുക്കാം, വാഗ്ദത്തം ചെയ്തിട്ട് പൂർത്തീകരിക്കാത്ത സഹോദര, അവൻ ദീനില്ലാത്തവനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. വിശ്വസിച്ചൊരു കാര്യം നിന്റെ കൈകളിൽ അല്ലാഹു ഏൽപ്പിച്ചിട്ട് അത് പരിപൂർണമായി ശ്രദ്ധിക്കാതെ അവഗണനയോടെ പരിപൂർണമായി ശ്രദ്ധ ചെലുത്താതെ പുറംതിരിഞ്ഞു നിൽക്കുന്ന മനുഷ്യ, നീ ഈമാൻ ഇല്ലാത്തവനാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ നിന്റെ കൈകളിലേക്ക് നൽകിയിട്ട് ആ റമദാനിൽ നിസ്കരിക്കാതെ, ആ റമദാനിൽ ഖുർആൻ ഓതാതെ, റമദാനിൽ വിക്ർ ചെല്ലാതെ, റമദാനിൽ നോമ്പ് പോലും നോറ്റുവീട്ടാതെ, കള്ള് കുടിച്ചുകൊണ്ട് ലഹരി നുണഞ്ഞുകൊണ്ട് ഹറാമായ തലത്തിലേക്ക് കണ്ണിനെയും കാതിനെയും കൊണ്ടുപോയി മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങളിൽ അന്യ പെണ്ണുമായി ചാറ്റിംഗ് ചെയ്ത് അവളുമായി സംസാരിച്ചുകൊണ്ട് കുഞ്ഞിനും കുത്തിക്കൊണ്ട് നിലകൊണ്ട മനുഷ്യ, നീ ഇസ്ലാമിനെ കളിയാക്കിയവനല്ലേ, ഇസ്ലാമിനെ തേജോവധം ചെയ്തവനല്ലേ. ലാ ഈമാന ലിമൻ ലാ അമാനത ലാ, വലാ ദീന ലിമൻ ലാ അഹ്ദ ലാ. അമാനത്ത് പൂർത്തീകരിക്കാത്തവൻ, ഈമാനില്ലാത്തവനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ചത് ആ കാര്യമായിട്ട് നമ്മൾ ഈ റമദാനിനോടുള്ള മഹബത്തും അതിനോടുള്ളതാകുന്ന സൂക്ഷ്മതയും പുലർത്തിയവരാണോ ചിന്തിക്കുന്നു. ഇല്ല എങ്കിൽ കരയൻ സഹോദരങ്ങളെ, അള്ളാഹു നമ്മുടെ പാപം പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു പുറത്തു നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ടതാകുന്ന ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് രണ്ടാമത്തെ കൂട്ടുകാരൻ. നമ്മൾ ഈ റമദാനിൽ ഒരു കൂട്ടുകാരനെ നേടിയെടുത്തോ ചിന്തിക്കും. നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാരാ? ബീവറേജ് നമുക്ക് കുപ്പി വാങ്ങിച്ചു തരുന്നോ? ആണോ? ഏറ്റവും അടുത്ത കൂട്ടുകാരനാരാ? ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആരാണ്? നമ്മുടെ കൂട്ടുകാരൻ. ഖല്ലി ഖല്ലി ഖുല്ലതൽ ഖിദ്ലാനി ഖൗഫൽ ഖാതിമ ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാരി ഖാൽ ലാ ഇലാഹ ഇല്ലല്ലാഹു. പരിശുദ്ധമായ റമദാൻ കടന്നു വന്നിട്ട് നിനക്കൊരു സാലിഹായ കൂട്ടുകാരനെ കിട്ടിയോ? ചിന്തിക്കണേ സോദരാ. പെങ്ങളെ വാത് കേൾക്കാൻ വന്നിട്ടുള്ള പ്രിയപ്പെട്ട മുസ്ലിം സഹോദരി, മുക്കുന്നത്ത് ബഹുമാനാകുന്ന കടക്കൽ ഉസ്താദിന്റെ സ്ഥാപനത്തിലേക്ക് ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ, സ്നേഹത്തോടുകൂടി കുമ്മനവ ഉസ്താദ് ചോദിക്കുകയാണ്, നിനക്കൊരു സാലിഹത്തായ കൂട്ടുകാരിയെ ഇന്ന് വരെ ലഭിച്ചിട്ടുണ്ടോ? ഒരു സാലിഹത്തായ കൂട്ടുകാരിയെ നിനക്ക് കിട്ടിയിട്ടുണ്ടോ? പുതിയ പടം വരുമ്പോ നിനക്ക് സെൻഡ് ചെയ്തു തരും. അതാണോ കൂട്ടുകാരൻ? തറാവീഹ് നിസ്കരിക്കാൻ വന്നാൽ ഓണാക്കി വെക്ക് കേട്ടോ, സാധനം ഇപ്പൊ അങ്ങോട്ട് സെൻഡ് ചെയ്തു തരാം. തറാവീഹ് 20 റക്അത്ത് കഴിയുമ്പോഴത്തേക്കും 20 പടം സെൻഡ് ചെയ്ത് കഴിഞ്ഞു. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതിനെപ്പോ കാര്യമായിട്ട് പോകും പള്ളി വന്നു. ഇതൊക്കെയാ നടക്കുന്നത്. പള്ളിയുടെ 2ാം നിലയിൽ താഴെ ഇമാമ് ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഇത്തഖുല്ലാഹ്, പടച്ചറപ്പിനെ പേടിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുമ്പോ പള്ളിയുടെ അകത്തളങ്ങളിൽ 2ാം നിലയിൽ ചെറുപ്പക്കാരായ സഹോദരങ്ങൾ വന്നിരുന്നിട്ട് സ്വറ പറഞ്ഞ് പുതിയ റിലീസിന്റെ പടങ്ങളും പാട്ടുകളും കൈമാറുന്ന യുഗത്തിലേക്ക് ഈ തലമുറയിലെ യുവാക്കൾ മാറിയില്ലേ? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. നമ്മൾ പിന്നെ അങ്ങനെ
എന്നിട്ട് നമുക്കെല്ലാം കിട്ടി. ലൈലത്തുൽ ഖദർ പൊതിഞ്ഞു കിട്ടി. ലൈലത്തുൽ ഖദർ അല്ല, അത് കോഴി ബിരിയാണി ആയിരുന്നു. ശരിക്കും നോക്ക്, അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ബിരിയാണി കിട്ടിയപ്പോഴേ എല്ലാം കിട്ടിയെന്നാ പറയുന്നത്. തറാവി കഴിഞ്ഞപ്പോൾ ഇതും പൊതിഞ്ഞുകൊണ്ടാവും പോയി. പിന്നെ പള്ളിയിലോട്ടില്ല, ഇത്തിക്കാഫിനൊന്നും ഇല്ല. ഇതല്ലേ നമ്മുടെ ആൾക്കാർ. വന്നിരിക്കുന്നവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ടുണ്ടോ? ഇന്നലത്തെ രാത്രിയിൽ കരഞ്ഞ ആളുകൾ എത്ര പേർ? വേണ്ട, ഈ കഴിഞ്ഞ ഒരു വർഷം അള്ളാഹുവിനെ ഓർത്തിട്ട് കരഞ്ഞ മുസ്ലിമീങ്ങൾ എത്ര പേർ? പടച്ചറബിനെ ഓർത്തിട്ട് കരയാൻ നമ്മൾ സന്നദ്ധരായിട്ടുണ്ടോ? അള്ളാഹുവിനെ ഓർത്തിട്ട് കരയാൻ ഈ സമുദായത്തിന്റെ മക്കൾ അതിനു വേണ്ടി നിലകൊണ്ടിട്ടുണ്ടോ? ചിന്തിക്കുന്ന സഹോദരങ്ങളെ, ആഖിറത്തെ ചിന്തിച്ചുകൊണ്ട് കരയാൻ നമ്മളിൽ എത്ര പേര് സന്നദ്ധരായിട്ടുണ്ട്? പടച്ചറബിനെ ഓർത്തിട്ട് കരയാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ടോ? നബിയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ജീവിതം നയിക്കുന്ന സാലിഹീങ്ങളാകുന്ന ആളുകളെ ചേർത്ത് നിർത്തിയിട്ട് സ്വഹാബത്തിനെ ചേർത്ത് നിർത്തിക്കൊണ്ട് നരകത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പ് നൽകിക്കൊണ്ടുള്ള ആയത്ത് ഓതി കൊടുക്കുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ أنفسكم وأهليكم نارا وقودها الناس والحجارة. പരിശുദ്ധമായ ഖുർആനിന്റെ വചനം ഓതിക്കൊടുക്കുകയാണ്. അല്ലയോ സത്യവിശ്വാസികളെ, കത്തിച്ചൊലിക്കുന്ന നരകത്തെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണേ. നിങ്ങളുടെ സ്വന്തം ശരീരത്തെ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഭർത്താവിന്, നിങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കിടാങ്ങളെ, നിങ്ങൾ ആശ്രിതരായി കഴിയുന്ന സർവരെയും നിങ്ങൾ സൂക്ഷിക്കണേ. നാറാ, കത്തിച്ചൊലിക്കുന്ന നരകത്തെ തൊട്ട് കാത്ത് സംരക്ഷിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. വഖൂദുഹ الناس والحجارة. ആ നരകത്തിലിട്ടുകൊണ്ട് കത്തിക്കുന്നത് ദുഷിച്ചതായ ജനങ്ങളെയും ഭീമാകാരമാകുന്ന പാറക്കല്ലുമാണ്. മനുഷ്യ മനസ്സിലാക്ക്, റമദാൻ വന്നിട്ടും പാപം പൊറുപ്പിച്ചെടുക്കാതെ ദുഷിച്ച ചിന്താഗതിയുമായി നടക്കുന്നവരെ, മാതാപിതാക്കളെ തൃണവൽഗണിക്കുന്നവരെ, അവഗണനയുടെ മനോഭാവത്തോടുകൂടി സ്വന്തം സഹോദരങ്ങളോട് വരെ പിണങ്ങിക്കഴിയുന്ന മുസ്ലിമേ, ചെറിയ വിഷയങ്ങൾ പർവ്വതീകരിച്ച് അയൽവാസികളുമായി ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് വർഷങ്ങളായിട്ട് പള്ളിയുടെ അകത്തലത്തിൽ വന്ന് 27-ാം രാവിൽ തൗബാ കുടത്തിൽ കൈയിട്ടിട്ട് എനിക്ക് അല്ലാഹു പുറത്തു തന്നു എന്ന് പറയാ. നിനക്ക് നാണമില്ലേ സോദരാ? പെങ്ങളെ മുസല്ല വിരിച്ചിട്ട് ആരും അറിയാതെ പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നീ ദുആ ചെയ്യുമ്പോ നിന്റെ കൂട്ടുകാരികളുടെ നാട്ടുകാരോട് പോരടിച്ചത്, ചീത്ത വിളിച്ചത്, ശകാരിച്ചത്, തെറി പറഞ്ഞത്, 10 പേരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവരെ അവമാനിച്ചത് ആരാണടാ? അതിന് ഹിസാബിടുക. പാവപ്പെട്ടവന്റെ വിഷമവും പ്രയാസവും തിരിച്ചറിഞ്ഞ് അവനെ വിഷമിപ്പിക്കാതെ, ദുഃഖിപ്പിക്കാതെ, അവനെ സന്തോഷിപ്പിച്ചുകൊണ്ട് പോകേണ്ടതിന് പകരം കുടുംബങ്ങളെ വെറുപ്പിച്ച്, അയൽവാസികളെ വെറുപ്പിച്ച്, സർവരോട് ചീത്ത വിളിച്ചുകൊണ്ട്, ഹുങ്കടിച്ചുകൊണ്ട് നടക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, രാത്രിയുടെ യാമങ്ങളിൽ മുസല്ല വിരിച്ചിട്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്താൽ അല്ലാഹുവിന് നിന്റെ തൗബ വേണ്ടേ? വേണ്ട. കാരണം നീ അയൽവാസികളോട് പിണങ്ങിയിട്ട് വർഷമായി, നീ നിന്റെ കൂട്ടുകാരിയോട് പിണങ്ങി കഴിഞ്ഞിട്ട് മാസങ്ങളായി, സ്വന്തം സഹോദരങ്ങളോട് 3 ദിവസത്തിൽ ആരെങ്കിലും പിണങ്ങി നിന്നാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, അതിലാരെങ്കിലും ഒരു വ്യക്തി മരണപ്പെട്ടു പോയാൽ ദഖലന്നാർ, പിണങ്ങാ തയ്യാറായി നിലകൊണ്ട മനുഷ്യ, നിനക്ക് നരകത്തിന്റെ കവാടം തുറക്കപ്പെട്ടു എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. നരകമോചനത്തിന്റെ 10 നിലകളുണ്ടോ? സ്നേഹത്തോടുകൂടി ചോദിക്കട്ടെ, നമുക്ക് നരകീയ മോചനം ലഭിച്ചിട്ടുണ്ടോ? സ്വന്തം സഹോദരങ്ങളെ വീട്ടിൽ നാട്ടി പുറത്താക്കുന്ന തലമുറകളല്ലേ? മാതാപിതാക്കൾ അവഗണിച്ചവരല്ലേ? കുടുംബങ്ങളുമായി ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് കഴിയുന്നവരല്ലേ? ഞാൻ മതി, എന്റെ ഭാര്യ മതി, എന്റെ കുടുംബം മതി എന്ന് പറഞ്ഞുകൊണ്ട് അവനവൻ സ്വന്തം ജീവിതം നയിച്ചുകൊണ്ട് വീടിന്റെ അകത്തളങ്ങൾ കഴിഞ്ഞുകൂടുന്നതായ കാലഘട്ടമായി, യുഗമായി നമ്മുടെ തലമുറകൾ മാറിയില്ലേ? എങ്ങനെയാണ് നമുക്ക് റമദാൻ അനുകൂലമായി മാറുക? എങ്ങനെയാണ് നമുക്ക് റമദാൻ അനുകൂലമായി മാറുക? കത്തിച്ചൊലിക്കുന്ന നരകത്തെ കുറിച്ച് പേടിയില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വഖൂദഹാ അന്നാസു വൽ ഹിജാറ. ഒരു പാറക്കല്ല്
പാറക്കല്ലിന്റെ ചീല് കൊണ്ടുവന്ന് ചൂട് പിടിച്ചാൽ അത് വളരെ ചൂട് നിലകൊള്ളുകയാണ്. എത്ര മണിക്കൂർ കഴിഞ്ഞാലും ആ തറയിലെ ചൂട് പോകൂല. ഈ തറയിലെ ചൂടൊന്ന് നല്ലതുപോലെ സൂര്യന്റെ താപമേറ്റാൽ നല്ല രീതിയിൽ ചൂടേറ്റ് കഴിഞ്ഞാൽ പിന്നെ കാല് നമുക്ക് ചെരുപ്പില്ലാതെ പുറത്തു വെക്കാൻ പറ്റൂല. പാറക്കല്ലിന്റെ ചൂട് അത്രമാത്രമാണ്. വലിയ വലിയ ഭീമാകാരമാകുന്ന പാറക്കല്ലുകളെ കൊണ്ടുവന്ന് നരകത്തിലിടുകയാണ്. എന്തിനാണ്? ചൂട് ഒട്ടും കുറയരുത്. നമസ്കരിക്കാത്തവരല്ലേ, കള്ളു കുടിച്ചുകൊണ്ട് നിലകൊണ്ടവരല്ലേ, റമദാൻ വന്നിട്ട് പോലും പാവം പുറപ്പിച്ചെടുക്കാൻ നടന്നവരല്ലേ, കുടുംബ ബന്ധങ്ങൾ വിച്ഛേദിച്ചവരല്ലേ, അയൽവാസികളെ ചീത്ത വിളിച്ചവരല്ലേ, ബന്ധങ്ങൾക്ക് യാതൊരു വിലയും കൊടുക്കാതെ ഖുർആനിന്റെ വർഗലകളെ പരിപൂർണമായി തൃണവർഗണിച്ചുകൊണ്ട് നടന്നവരല്ലേ. അവൻ നരകത്തിൽ കടന്നുകൊണ്ട് പെടയണം. അള്ളാഹുവിന്റെ തീരുമാനമാണ്. അള്ളാഹുവേ, ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. ഈ ആയത്ത് കേട്ടിട്ട് ഒരാളിരുന്ന് കരഞ്ഞു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഭയങ്കര കരച്ചിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ്. കറുകറുത്ത മനുഷ്യനാണ്. കറുകറുത്ത മനുഷ്യനാണ്. ഉള്ള് ക്ലിയർ ആണ്. അതുകൊണ്ടാണ് കരച്ചിൽ വരുന്നത്. ഉള്ള് ക്ലിയർ ആണ്, അതുകൊണ്ടാണ് കരയാൻ പറ്റുന്നത്. പുറം വെളുത്തിരുന്നിട്ട് കാര്യമില്ല. സത്യഭാമയെ പോലെ ഉള്ളു മോശമാണ്, കറുപ്പാണ്, കാര്യമില്ല. ഉള്ളു ക്ലിയർ ആകണം. അകം മിനുക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസയ്ക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. ഉസ്താദിന്റെ വരികളാ. എത്ര മഹത്തരാണത്. ഇപ്പൊ എല്ലാരും ടോയ്ലറ്റ് പണിയും. കണ്ടു കഴിഞ്ഞാൽ പാവിരിച്ച് ഉറങ്ങാൻ തോന്നും. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ അല്ലേ. നല്ല ടൈലൊക്കെ ഒട്ടിച്ച്, ഇറ്റാലിയൻ മാർബിളൊക്കെ ഒട്ടിച്ച് നല്ല സെറ്റപ്പാണ്. വീടിന് ഫ്രണ്ടിൽ ടൈലിട്ടേലും ബാത്റൂമിനകത്ത് ടൈലിടും. നല്ല സെറ്റപ്പാണ്, അടിപൊളിയാക്കിയിരിക്കും അല്ലേ. ബാത്റൂം കണ്ടാ എന്താ ഫിനിഷിങ്, നല്ല റാഹത്ത്. പക്ഷെ ആ ക്ലോസറ്റിന് ഉള്ളിലേക്ക് നോക്കിയാലോ മാലിന്യാണ്. ആണോ അല്ലയോ? അകം മിനുക്കാതെ പുറം മിനുക്കണ്ട, കക്കൂസയ്ക്കുള്ളൊരു രീതി നീ എടുക്കണ്ട. അകം മിനിക്കാതെ പുറം മിനിക്ക് നടക്കണ്ട. നമ്മളൊക്കെ അതാണ് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഭയങ്കര റാഹത്തായിട്ട് നമ്മൾ നടക്കാൻ. നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ള് അല്ലാഹു അലം, അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മകം കറുപ്പാണ്, അതുകൊണ്ട് യാതൊരു കാര്യമില്ല. ഉള്ള് മോശമായാൽ യാതൊരു കാര്യമില്ല. ഉള്ളു ക്ലിയർ ആകണം. ശരീരമാസകലം കറുത്തതാകുന്ന മനുഷ്യൻ, കറുകറുപ്പുള്ളതാകുന്ന സഹാബി പരിശുദ്ധമായ ഖുർആനിന്റെ നരകീയ മോചനത്തിൻ്റെതാകുന്ന ആയത്ത് കേട്ട് നരകത്തെ പേടിക്കണമെന്നുള്ളതാകുന്ന ആയത്ത് കേട്ടുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുമ്പോ നസറൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുകയാണ്. ചിറകടിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, മനിൽ ബാക്കി മിൻകും യാ റസൂലല്ലാഹ്, മനിൽ ബാക്കി ഫീകും യാ ഹബീബല്ലാഹ്. ആരാണ് നബിയെ തങ്ങളുടെ കൂട്ടത്തിൽ ഇരുന്നു കൊണ്ട് കരയുന്നത്? നബി തങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ആ പാവപ്പെട്ട മനുഷ്യനാണ്, കറുകറുത്ത മനുഷ്യൻ, ആര് കണ്ടാലും വെറുത്തു പോകുന്ന മനുഷ്യനാണ്. മുഖം വല്ലാതെ കറുത്തിരണ്ട, ശരീരമാസകല കറുപ്പ് ബാധിച്ച ആ മനുഷ്യൻ നരകത്തെ ഓർത്തിട്ടിരുന്ന് കരയുമ്പോ ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, അല്ലാഹ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ലയ്യലി ജന്നാർ അഹദുൻ ബഖാമിൻ ഖശിയത്തില്ലാഹ്. കത്തിജ്വലിക്കുന്ന നരകത്തെ തൊട്ട് ആരൊരുവൻ ഓർത്തുകൊണ്ട് കരയുന്നുണ്ടോ, അല്ലാഹുവേ എന്നെ നരകത്തിൽ പ്രവേശിപ്പിക്കുമോ? 3000 വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട നരകമാണ്. അതേ ഊഖിദന്നാറു അൽഫസന, റസൂലുള്ളാഹി പറഞ്ഞില്ലേ, 1000 വർഷം നരകത്തെ കത്തിക്കപ്പെട്ടു. ഹത്ത ഹമറത്ത്, നരകത്തിന്റെ നിറം വല്ലാതെ ചുവന്നുപോയി. സുമ്മ ഊഖിദ അൽഫസന, വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ
കത്തിക്കപ്പെടുകയാണ്. വെളുത്തുപോയി. വീണ്ടും 1000 കൊല്ലം കൂടി നരകത്തെ കത്തിക്കുകയാണ്. 3000 വർഷം. ഒരു വർഷമല്ല, 2 അല്ല, 3 കൊല്ലം. 3 കൊല്ലം നിരന്തരമായിട്ടല്ല, 3000 വർഷമാണ്, 3000 കൊല്ലമാണ്. 3 ദിവസമോ 3 മാസമോ 3 വർഷമോ അല്ല, 3000 വർഷം. രാവും പകലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ കത്തിക്കാൻ വിനിയോഗിക്കുകയാണ്. അതിന്റെ നിറം വല്ലാതെ കറുത്തുപോയി. സാബാ, കറുകറുത്തതായ നരകം. ഹദീസാണിത്. വഹിയ സൗദാഉൻ മുളിമാ, ആര് കണ്ടാലും പേടിക്കുന്ന, ഇരുൾ മുറ്റപ്പെട്ടതായ ഭയചകിതമാകുന്ന അന്തരീക്ഷങ്ങൾ സമ്മാനിക്കുന്ന, അർളുഹാ മിൻ റസാസ് വസഖഫുഹാ മിൻ നുഹാസ് വഹീതാനുഹാ മിൻ കിബരീത്. താൽഭാഗം ഈയമാണ്. നരകത്തിന്റെ തറ ഈയമാണ്. ചൂട് വന്നാ പിന്നെ പോകൂല. നല്ല എയർ കണ്ടീഷൻ റൂമിൽ കിടക്കുന്ന പ്രിയപ്പെട്ട മനുഷ്യ, അറിയണേ, പഠിച്ചു വെക്കണേ. നിനക്കൽപ്പം ചൂട് വന്നപ്പോൾ പ്രയാസമായി എങ്കിൽ, നോമ്പ് പിടിക്കാൻ തയ്യാറാകാതെ പോകുന്നുവെങ്കിൽ അറിയണേ, നരകത്തിന്റെ മുകൾ ഭാഗം ചെമ്പിനാലാണ്, ചെമ്പാണ്. أرضها من رصاص وسقفها من نحاس. മുകൾ ഭാഗം ചെമ്പ. ചെമ്പെന്ന് പറഞ്ഞാൽ ചൂട് വന്നാൽ പിന്നെ വല്ല രക്ഷയുണ്ടോ? ചൂട് പോവത്തേ ഇല്ല. പുറത്തോട്ട് പോകാൻ വല്ല വഴിയുണ്ടോ? ഒന്നുമില്ല, എല്ലാ ഗ്യാപ്പും ഫില്ലാണ്. ഒരു തരി ചൂട് പുറത്തേക്ക് പോകില്ല. ദുഷിച്ച ജനങ്ങളെയും ഭീമാകാരമാകുന്ന പാറക്കല്ലുകളും ഇട്ടുകൊണ്ട് കത്തിക്കപ്പെട്ടതായ നരകം. ആ നരകത്തിന്റെ താഴ്ഭാഗം ഈയമാണ്, മുകൾ ഭാഗം ചെമ്പാണ്. അതിന്റെ ചുറ്റുഭാഗം മുഴുവനും, മതില് മുഴുവനും ഗന്ധകമാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. 3000 വർഷമാണ്. 3000 വർഷമാണ് നരകത്തെ കത്തിച്ച് സജ്ജീകരിച്ചത്. മനസ്സിലാക്കണം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ആ കത്തിച്ചൊരിക്കുന്നതാകുന്ന നരകത്തെ കുറിച്ച് റസൂലുള്ളാഹി പറയുകയാണ്, വലൗ ജുമിയ ഹതബുദ് ദുനിയാ കുല്ലഹാ ലകാനൽ ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. കത്തിച്ചൊലിക്കുന്നതാകുന്ന നരകത്തെ കുറിച്ച് റസൂലുള്ളാഹി വീണ്ടും പറയുകയാണ്, ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യലതാദികളും ഒരുമിച്ചിട്ടുകൊണ്ട് ഒരു മരുഭൂമിയിലിട്ട് കത്തിച്ച് അത് മുഴുവനും വല്ലാതെ പടർന്ന് പന്തലിച്ച് വലിയ തീജ്വാലയായി നിലകൊള്ളുമ്പോ അതാണ് നരകത്തിന്റെ ഒരു ഭാഗമെന്ന് നീ കരുതരുത്. ലകാന ജുസ്ഉൽ വാഹിദു മിൻ അജ്സാഇ ജഹന്നമ. കത്തിച്ചിരിക്കുന്ന ജഹന്നം എന്ന നരകത്തിലേക്ക് ചേർത്ത് നോക്കിയിട്ട് അത് വളരെ ചെറുതാണ്, ചെറുതാണ്, ചെറുതാണ് എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ. ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും സസ്യലതാദികളും മുഴുവനും മുറിച്ച് മരക്കഷ്ണങ്ങളാക്കി ഇട്ട് കത്തിച്ചാൽ, എന്താണ് ആ വാക്ക്? നമ്മളിപ്പോ ഇവിടെ ഒരു 10 തടികൾ കൊണ്ടുവന്നിട്ട് കത്തിച്ചാൽ തന്നെ എന്താണ് തീ? അതിന്റെ അടുത്തോട്ട് പോകാൻ പറ്റൂല. ചൂടാണ് അല്ലേ? പാചകക്കാരായ ആളുകളൊക്കെ എത്ര സഹിക്കുന്നു, നമ്മുടെ ഉമ്മമാരെയൊക്കെ എത്ര സഹിക്കുന്നു. അടുപ്പിന്റെ ചൂട്, അവരിങ്ങനെ ചൂടുകൊള്ളാൻ. അള്ളാഹുർക്കൊക്കെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഭാര്യമാർ എത്രയാണ് ഖിദ്മത്ത് എടുക്കുന്നത്. എല്ലാ ദിവസവും ഇതന്നെയല്ലേ, അടുക്കളയിൽ തന്നെ അടുപ്പിന്റെ അടുത്ത് തന്നെ നിൽക്കാണ്, ചൂട് ഏൽക്കാണ് ശരീരത്തിൽ. ഇങ്ങനെ ഈ കഠിനമായ ചൂടുള്ള സമയത്തും നോമ്പുതറ വിഭവങ്ങൾ നമുക്ക് റെഡിയാക്കാൻ വേണ്ടി അവര് നിലകൊള്ളല്ലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇന്നൊരു ദിവസം കടക്കരു ഉസ്താദ് റെസ്റ്റ് കൊടുത്തു. ഇന്നിപ്പോ ഇവിടെ നോമ്പ് റാഹത്ത് അവർക്ക് ആർക്കും പ്രശ്നമില്ല. അള്ളാഹു കബൂലാക്കട്ടെ. എന്നും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എന്നും ഇങ്ങനെ ആവും. നിങ്ങളോട് നോമ്പ് ഉറപ്പിച്ചാൽ മതി. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ പറയിൻ. അള്ളാഹു സ്വീകരിക്കട്ടെ. അവർക്ക് കിട്ടുന്ന കൂലി എത്രയാണ്? നമ്മുടെ ഭാര്യമാർക്ക് കിട്ടുന്നതാകുന്ന സേവനം അത് നിസ്സാരമല്ല. നമ്മൾ ഒരു ദിവസം അടുക്കളയിൽ കയറുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. സുബ്ഹാനല്ലാഹ്. 10 പാത്രം കഴുകുമ്പോൾ അറിയാം നടുവിന്റെ റാഹത്ത്, നടുവിന്റെ കിണുപ്പിളകിയിട്ടുണ്ടാവും. നമ്മളെന്താ ചെയ്യുന്നത്?
പെണ്ണുങ്ങൾ പാത്രം കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ പതുക്കെ കഴിച്ച 2 പ്ലേറ്റും കൂടെ അങ്ങോട്ട് കൊണ്ട് വെച്ചു കൊടുക്കും. എവിടെ? കഴുകുന്ന സ്ഥലത്തോട്. പെണ്ണുങ്ങൾക്ക് അപ്പോഴുണ്ടാകുന്ന ദേഷ്യം സുബ്ഹാനല്ലാഹ് പറയാൻ പറ്റത്തില്ല. അവരൊരു വിധത്തിൽ പാത്രം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കാൻ ഇപ്പൊ തീരുമെന്ന് പറഞ്ഞ് നോക്കാൻ. അപ്പൊ എന്ത് ചെയ്യാൻ? വേഗം തന്നെ ഭയങ്കര ഇഖ്ലാസ് മേശപ്പുറത്തുള്ള നോമ്പ് തുറന്ന കുറെ പാത്രങ്ങൾ കഴുകാനുള്ളതൊക്കെ പതുക്കെ കൊണ്ട് വെച്ചു കൊടുക്കാൻ. ആര്? ഭർത്താവ്. ഹിക്മത്ത് പരിപാടി. പക്ഷെ ഈ ഹിക്മത്ത് തലയ്ക്ക് തട്ട് കിട്ടാതെ നോക്കണം. പെണ്ണുങ്ങൾക്ക് ഏറ്റവും ദേഷ്യമുള്ള പരിപാടിയാണ് ആ സമയത്ത് കൊണ്ട് കൊടുക്കും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. ഏതുപോലെ പെണ്ണുങ്ങൾ ആഴ്ചയിൽ ചിലപ്പോൾ വീട് മൊത്തത്തിലൊന്ന് തുടയ്ക്കും. ആ തുടയ്ക്കുന്ന സമയത്ത് ഭർത്താവിനെയും കണ്ടുകൂടാ, ആരെയും കണ്ടുകൂടാ, മക്കളെ ഒന്നും കണ്ടുകൂടാ. ഏറ്റവും ദേഷ്യമാണ് പെണ്ണുങ്ങൾ. കാരണം എന്താ? വീട് മുഴുവൻ അഴുക്കെന്ന് പറഞ്ഞാൽ ഭയങ്കരമായ അഴുക്ക്. ഒരു വിധത്തിൽ തുടച്ച് വൃത്തിയാക്കി, ആദ്യം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി, പിന്നെ വീണ്ടും നല്ലതുപോലെ ഒന്ന് തുടച്ച് ക്ലീനാക്കി വരുമ്പോൾ ഒരു ഹയവാൻ മൂത്തവൻ അതിലേക്കൂടെ ചവിട്ടിക്കൊണ്ടങ്ങ് പോയി, കാല് നിറച്ച് ചെരുപ്പിനകത്ത് ചെളിയായിട്ട്. അപ്പോൾ ഉണ്ടാകുന്ന ഉമ്മാക്കുള്ള ദേഷ്യം സുബ്ഹാനല്ലാഹ്, ഭയങ്കര ദേഷ്യ. ആ സമയത്ത് ആരെയും കണ്ടുകൂടാ, ഭർത്താവിനെയും കണ്ടുകൂടാ. എങ്ങോട്ടെങ്കിലും മാറി ഇരുന്നോണം, പൊങ്ങിയിരുന്നോണം, സോഫയ്ക്കകത്ത് കയറി ഇരുന്നോണം, കസേരയ്ക്ക് ഇരുന്നോണം, കാല് പൊക്കി വെച്ചോണം. ഫുള്ള് കുറേ നിർദ്ദേശങ്ങളാണ്. തൗബയ്ക്ക് പോലും ഇല്ല ഇത്രയും ഷർത്ത്, കുറേ ഷർത്തുകൾ അല്ലേ? ശരിയാണോ അല്ലയോ? ആണ്. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. എന്തുകൊണ്ടാ? അവർ ദേഷ്യം പിടിക്കുന്നതല്ല, സ്വാഭാവികമാണ്. കാരണം ഇത്രയേറെ അഴുക്കും പ്രയാസമൊക്കെ ഉണ്ട്. അത് തുടച്ച് വൃത്തിയാക്കുമ്പോൾ അതിനിടയിൽ കൂടെ പിന്നെ നടക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. പിന്നെ 2 ദിവസത്തേക്ക് ഭയങ്കര ശ്രദ്ധയായിരിക്കും. ചെരുപ്പിടാൻ പാടില്ല. അതിന് 3-ാമത്തെ ദിവസം ആകുമ്പോൾ പിന്നെയും പഴയ പോലെ തന്നെയാവും. 2 ദിവസത്തേക്കുള്ളൂ. എന്തോ ആയിക്കോട്ടെ, അള്ളാഹു അവരുടെ ഖിദ്മത്തുകൾ സ്വീകരിക്കുമാറാവട്ടെ. വലിയ ഖിദ്മത്താണത്. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നമ്മൾ ഈ ചൂടത്ത് പോലും നമുക്ക് ബുദ്ധിമുട്ട്, വന്നിരുന്ന് 10 മിനിറ്റ് നസീഹത്ത് കേൾക്കാൻ പോലും നമുക്ക് പ്രയാസം. നമ്മുടെ സഹോദരിമാർ സഹിക്കുന്ന ത്യാഗം എത്രയാണ്! എല്ലാ ദിവസവും 3 നേരം. ചിലർക്ക് രാവിലെ വെച്ചത് വൈകിട്ട് പറ്റൂല, ആ കൂട്ടാൻ പിന്നെ കിട്ടൂല. അങ്ങനത്തെ വിശ്വാസമുള്ള ഭർത്താക്കന്മാരുണ്ട്. ഉച്ചയ്ക്ക് ചോറ് വേറെ വെക്കണം, വൈകിട്ട് വേറെ ചോറ് വെക്കണം, എന്നാലേ കഴിക്കൂ. സെപ്പറേറ്റ് വെക്കണം. എന്നാ ഉച്ചയ്ക്ക് വെച്ചത് ഒന്നിച്ച് അരിച്ചിട്ട് കൂട്ടിയിടുക, പറ്റത്തില്ല. വസ്വാസം അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കട്ടെ. അല്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടും ഭാര്യ വല്ലതും മറുത്തു പറയുന്നുണ്ടോ? ഒന്നുമില്ല. അവൾക്ക് സന്തോഷമുള്ളൂ. അവൾ അതെല്ലാം ക്ഷമിച്ചും സഹിച്ചും നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമ്മുടെ ഉമ്മമാർക്ക്, ഭാര്യമാർക്ക് ഖൈർ പ്രദാനം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ നിയ്യത്തുകളും അല്ലാഹു സാധൂകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ പറയ്, ഉറക്കെ പറയിൻ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അങ്ങനെ ഉറക്കെ പറയണം, എന്നാലല്ലേ അവർ സ്വർണത്തിന്റെ മോതിരമൊക്കെ ഊരുള്ളൂ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ സഹോദരിമാരെ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ്സ് അള്ളാഹു നസീബാക്കട്ടെ. ഇവിടെ ശ്രദ്ധിക്കണേ. അപ്പൊ നരകത്തിൻ്റെതാകുന്ന ആ ചൂട്, അതിനെ തൊട്ട് സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയിരുന്ന് കരഞ്ഞതാകുന്ന കറുകറുത്ത മനുഷ്യന് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ലൻ യലിജന്നാറു അഹദൻ ബകാ മിൻ ഖശിയത്തില്ലാഹ്. അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞതാകുന്ന വ്യക്തി ആയതുകൊണ്ട് ഇയാള് നരകത്തിൽ കടക്കൂല കേട്ടോ. ഇയാള് മാത്രമല്ല, എല്ലാരും അങ്ങനെ തന്നെ. നരകത്തെ പേടിച്ചിട്ട് ആരെങ്കിലും കരയുന്നുണ്ടോ? ആരെങ്കിലും കരയുന്നുണ്ടോ? കരയണം. അങ്ങനെ കരഞ്ഞാൽ രക്ഷപ്പെട്ടു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു എന്നെ നരകത്തിലിടുമോ എന്ന് പേടിച്ചിട്ട് ഭയക്കുന്ന ഒരു മോമിൻ നരകത്തിൽ കടക്കുകയില്ല. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സലാസു അയ്യുൻ ലാ തുറാ അയ്യുനുഹുമുന്നാർ. 3 കണ്ണുകൾ നാളെ നരകം കാണുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 കണ്ണുകൾ നാളെ നരകം കാണൂല, നരകത്തിൽ കടക്കൂല. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ശരിക്കും ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. 1, ഹറാമ കാണാത്ത കണ്ണാണ് അതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. ജീവിതത്തിൽ ഹറാമ് ദർശിക്കാത്ത കണ്ണ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. അവർക്ക് നരകീയ മോചനം ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടാൻ. കാരണം എല്ലാവരും കണ്ണുള്ളവരൊക്കെ ഹറാമ് കണ്ടിരിക്കും. ആ കോലത്തിലാണ് ഇന്നത്തെ കോലം. ഇന്നത്തെ രാജ്യത്തിന്റെ പോക്കത. അല്ലെങ്കിൽ ജന്മന അന്ധനായിരിക്കണം. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ അസറിന് ശേഷം അൻവാർ ശേരിയിൽ പ്രഭാഷണം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 4-5 വർഷങ്ങളായി മദനി ഉസ്താദ് ഏൽപ്പിച്ചൊരു ദൗത്യമാണ്.
അള്ളാഹു ഉസ്താദിന് ആഫിയത്തുള്ള ദീർഘായുസ്സിന് നസീബാക്കട്ടെ. എല്ലാ വിഷമത്തിൽ നിന്നും അള്ളാഹു സലാമത്തോടെ അനുഗ്രഹിക്കട്ടെ. ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടെങ്കിലും എറണാകുളത്ത് തന്നെ വീട്ടിൽ വിശ്രമത്തില്, നാട്ടിലേക്ക് അൻവാർശേരിയുടെ തിരുമുറ്റത്തേക്ക് വന്നിട്ടില്ല. ഇന്നലെ അവിടെ ആയിരങ്ങൾ ഒരുമിച്ചുകൂടി നോമ്പുതറ വിഭവങ്ങളോടുകൂടി തന്നെ ആ സദസ്സ് സമാപിച്ചു. അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. എല്ലാ അർത്ഥത്തിലും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഉസ്താദ് ചെയ്യുന്ന ഖിദ്മത്തുകളെല്ലാം അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അതുപോലെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന മുഅ്മിനീങ്ങളാകുന്ന ഏതെല്ലാം വ്യക്തിത്വങ്ങൾ മുഅ്മിനാത്തുകളുണ്ടോ എല്ലാവർക്കും അള്ളാഹു സന്തോഷവും സമാധാനവും ശാന്തിയും അള്ളാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. അൻവാർശേരിയിൽ ഒരുമിച്ച് കൂടിയതാകുന്ന മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾ ധാരാളം ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ മനസ്സിൽ വന്നു നിറഞ്ഞിട്ടുള്ള ധാരാളം ആളുകൾ, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്ന മുഅ്മിനീകൾ മുഅ്മിനാത്തുകൾ, ഇവിടെ വന്നു ചേർന്നവർക്കൊക്കെ ഒരുപാട് മുറാദുകളുണ്ട്. അള്ളാഹു അതെല്ലാം ഹാസിലാക്കി നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളേ ഇൻഷാ അല്ലാഹ്. എല്ലാവരും സദഖ എല്ലാവരും നൽകണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ആ ബക്കറ്റ് ഒന്ന് കൊണ്ടുവന്നോളൂ. എല്ലാവരും ഒരു സദഖ നൽകി അള്ളാഹു സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കട്ടെ. خلي خلة الخذلان خوف الخاتمة خالل خليلا خامل الوصف من الخلخال خال لا إله إلا الله. അള്ളാഹു ഞങ്ങളീ നൽകുന്ന സ്വതക്ക നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, നിയ്യത്തോലെ സാധൂകരിക്കണേ അല്ലാ. വിഷമങ്ങൾ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് വിപത്തുകളെ തൊട്ട് കാല വിപത്തുകളെ തൊട്ട് ഞങ്ങളേവരെയും നീ കാവലിലാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഹറാമ് കാണാത്ത കണ്ണ് ഏതൊരു വ്യക്തിയുണ്ടോ തീർച്ചയായും അവൻ നരകത്തിൽ കടക്കൂല. ഹബീബ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞു പോകുന്നത്. അൻവാർശേരിയിൽ ഇന്നലത്തെ സദസ്സിൽ ദുആ ചെയ്യാൻ വന്നത് ഖാലിദ് ഉസ്താദാണ്. ജന്മന അന്ധനായിരുന്നു ഉസ്താദ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സൂഫി വര്യനാണ്, അല്ലാഹു കൊടുത്ത ദറജ ഉയർത്തട്ടെ. അദ്ദേഹത്തിന്റെ അന്ധത അദ്ദേഹത്തിന്റെ വിജ്ഞാനം നുകരാനുള്ള താല്പര്യത്തെ തൊട്ട് പിറകോട്ടടിച്ചില്ല. മുതഅല്ലിമായി, ആലിമായി, ബാഖവിയായി, ദീനീ സേവകനായി ധാരാളം ഇൽമിന്റെ സദസ്സുകൾ വന്ന് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്ന വ്യക്തിത്വമായി മാറി. ജന്മന അന്ധനാണ്. അങ്ങനെയുള്ള വ്യക്തിയെ കൊണ്ട് ദ്വാരപ്പിച്ച ഉറപ്പായിട്ട് ഇജാബത്താണ്. കാരണം എന്താ? ഈ ദുനിയാവിൻ്റെതാകുന്ന ഈ ഹരിതാപമാകുന്ന പ്രദേശങ്ങൾ ഒന്നും കണ്ടിട്ടില്ല. എല്ലാ ഹറാമുകളെ തൊട്ടും കണ്ണടക്കപ്പെട്ട വ്യക്തിയാണ്. അള്ളാഹുരുടെ ദുആകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അവരെ കണ്ട് ദുആ ചെയ്യിപ്പിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശ്രദ്ധിക്കണേ, കണ്ണ് ഹറാമ് കാണാത്ത കണ്ണ് നരകീയ മോചനം ഉറപ്പാണ്. നരകീയ മോചനം ഉറപ്പാണ്. അപ്പൊ ഒന്നാമത്തെ കാറ്റഗറിയിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഹറാമ് കണ്ടിട്ടുള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗവും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ.